200 കോടി ബീജഗണങ്ങളിൽ പുരുഷന്റെ ബീജത്തിലെ ഒരു ഗണമായിരുന്നു ആണും പെണ്ണും. XX ക്രോമസോം, XY ക്രോമസോം. XY ചേർന്നാൽ ആണും XX ചേർന്നാൽ പെണ്ണും. അള്ളാന്റെ ചോദ്യം എന്താ? ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى. 200 കോടി ബീജഗണത്തിലെ ലക്ഷണമൊക്കെ ഒരു ബീജമായിരുന്നില്ലേ നീ? ഇതൊന്നും 6-ാം നൂറ്റാണ്ടിൽ ആർക്കും അറിയില്ലായിരുന്നു. ഇവിടുത്തെ യുക്തിവാദികളും നിരീശ്വരവാദികളും ഒന്നും പറയുന്നത് പോലെ അല്ല കാര്യം. വളരെ ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. അങ്ങനെ നമ്മളെ സൃഷ്ടിച്ച ഒരു സിട്ടാവിനെ, നമ്മുടെ കൈവിരലുകളെ സംവിധാനിച്ച ഒരു സിട്ടാവിനെ 4 വിരല് തരും മാത്രമല്ല, നഖവും തന്നു. ഈ നഖം പറഞ്ഞു പോയാൽ പകരം നഖം വരില്ലായിരുന്നെങ്കിൽ നമ്മുടെ കൈ കൊണ്ടൊരു പേന പിടിക്കാൻ കഴിയോ? നഖം നീണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഓരോന്നിനെയും വെക്കേണ്ടിടത്ത് അഹ്സനു തഖ്വീം, ഖുർആനിലെ 95-ാം അധ്യായം 5-ാമത്തെ വചനം, ഏറ്റവും നല്ല ഘടനയോടുകൂടി നമ്മളെ സൃഷ്ടിച്ചു. മുന്നോട്ട് പ്രയാണം ചെയ്യാൻ പറ്റിയ കാൽവിരലുകൾ തന്നു, സംവിധാനിച്ചു.